ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ബീഫ്. ഇതിന്റെ മോനേതാ ഒരുപാട് സമയം സ്ലോ കുക്ക് ചെയ്തിട്ടില്ലേ? സ്ലോ കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതായിട്ടാണ്. കിഡിലും സാധനമാണ്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള. ദുബായിലെ അത് നമ്മുടെ കിസൈസിൽ ബീഫിന്റെ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പാൽ പൊറോട്ട ഉണ്ട്, പാൽക്കപ്പ് ഉണ്ട്, വെറും 10 ദിർഹംസിൽ സ്റ്റാർട്ടിംഗ് ആണ്. പൊറോട്ടന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് അടിപൊളി വരട്ടിയെടുത്ത ബീഫ് ഉണ്ട്, പിന്നെ BDF ഉണ്ട്, അതേപോലത്തെ കറുപ്പിച്ച് മൂപ്പിച്ചെടുത്ത ദുബായിൽ നമ്മളെ കിസൈസ് ബാച്ചത് അതേമാതിരി സ്ലോ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഇതേമാതിരി കറുച്ചെന്നെ എടുത്തിട്ടുള്ള സൈറ്റവും, പിന്നെ നാട്ടിലത്തെ അതേ സ്റ്റൈലിൽ കിട്ടുന്ന BDF നല്ലോണം അടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട എടുത്തിട്ട് ഇത് അതേപോലെ പാരിയെടുത്ത ബീഫും അതിന്റെ മേലൊക്കെ ഒരു ഉള്ളിക്കഷ്ണം വെച്ചാണ് കഴിക്കണം മക്കളെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കിടിലൻ സാധനമാണ്. ഇനി നല്ല BDF ആണോ അതേമാതിരി വറുത്തെടുത്തിട്ടുള്ള ഐറ്റം നാട്ടിലൊക്കെ ഫീൽ കിട്ടുന്ന ഒരു BDF ആണ്. എനിക്ക് ഇവിടെ പോയപ്പോ കഴിച്ചാൽ കിട്ടിയത് സംഭവം അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. പാൽക്കപ്പിയിൽ 10 ദിർഹംസിന്റെയും 20 ദിർഹംസിന്റെയും പോർഷൻസ് അവൈലബിൾ ആണ്. പാൽ പൊറോട്ട ആണെങ്കിൽ 2 പൊറോട്ടന്റെ ലെയർ ആയിട്ട് അതിൽ ബീഫും നല്ല പാലും കുറുകിയ ഗ്രേവി ഒക്കെ ഉണ്ട്. ഫ്രഷ് ഫിഷിന്റെ ഡിസ്പ്ലേയിൽ ഇത് അതേമാതിരി 2 വെറൈറ്റി മസാലകൾ നമുക്ക് ഗ്രില്ലായി കിട്ടും. ഒരുപാട് വെറൈറ്റി ഫിഷുകൾ അവൈലബിൾ ആണ്. നമ്മളൊരു കാളാഞ്ചിയും ഈ കാണുന്ന നല്ല സീബ്രീമാണ് നമ്മൾ പറഞ്ഞത്. സീബ്രീമിന്റെ റെഡ് മസാല എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. കാളാഞ്ചി ഒരു പെപ്പർ മസാലയാണ് പറഞ്ഞത്. ഇവിടെ നല്ല മൂവിംഗ് ആയിട്ടാണ്. കിസൈസിൽ അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഉള്ളിലും പുറത്തായിട്ട് നല്ല സീറ്റിംഗ് കപ്പാസിറ്റി. ദുബായ് കിസൈസിൽ ഫ്രീസോമീറ്ററിന്റെ തൊട്ടടുത്തായിട്ടാണ് ഫ്ലെയിം ഈറ്ററി റെസ്റ്റോറന്റ്. ട്രൈ